ഈ വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയോ എന്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ വേഗം തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അത് വറുക്കാൻ ആവശ്യമായ കറുകപ്പെട്ട ഏലക്ക, കുരുമുളക്, നല്ല ജീരകം, ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, തേങ്ങ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനായി പാൻ ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ അതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് മൂപ്പിച്ചെടുത്താൽ മതിയാകും. തേങ്ങ ഇട്ടതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ ആ തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് മല്ലിയും കൂടെ ഞാൻ ഇടുന്നുണ്ട് ഇതിലേക്ക്. അപ്പോൾ ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർക്കേണ്ടത്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തിട്ടാണ് ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് അരച്ച് മാറ്റി വെക്കാം. അപ്പോൾ അരപ്പ് അവിടെ ഇരുന്നോട്ടെ. ഇനി ബാക്കി ചിക്കൻ്റെ പരിപാടികൾ നോക്കാം. അപ്പോൾ പാനൊക്കെ ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പിലയും പിന്നെ ഇഞ്ചി, പച്ചമുളക് ചതച്ചതും കൂടെ ഞാൻ അതിലേക്ക് ഇടുന്നുണ്ട്. അതിനുശേഷം ഒരു സവാളയാണ് എടുത്തേക്കുന്നത്. സവാള അരിഞ്ഞതും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അത് എണ്ണ കുറവായതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിലേക്ക് വാടി വരാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ ഉള്ളിലേക്ക് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളിയാണ് ചേർക്കുന്നത്. ഒരു തക്കാളിയാണ് എടുത്തേക്കുന്നത്. ആ തക്കാളിയും കൂടെ ഒന്ന് വഴണ്ടി വരാൻ വേണ്ടി ഒന്ന് മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കനാണ് ചേർക്കേണ്ടത്. ചിക്കൻ മുഴുവൻ ചേർത്തതിന് ശേഷം വേവാൻ ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഒരു 20 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. 20 മിനിറ്റിന് ശേഷം ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് മാറ്റി വെച്ചിരുന്ന അരപ്പാണ് അതിലേക്ക് ചേർക്കേണ്ടത്. അരപ്പ് ചേർത്തതിന് ശേഷം ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചൊന്ന് ലൂസാക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടെ തൂക്കി കഴിഞ്ഞാൽ നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെന്തിൻ്റെ കൂടെ വേണേലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കണം. കൂടെ എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.